ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഈ കൊറോണ കാലത്ത് നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇപ്പോൾ കൊറോണ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. ഓക്കെ, ബി അറ്റ് ഹോം ആൻഡ് ബി സേഫ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടാവും അല്ലേ? ഈ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ടാസ്കുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അത് കണ്ടപ്പോൾ അച്ഛന്മാരെല്ലാവരും അങ്ങ് പിണങ്ങി. അപ്പോൾ ഈ വീഡിയോ നമുക്ക് അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോ ബിഫോർ വി ഗോ ഫോർ ദാറ്റ്, ദിസ് ഈസ് വെട്ടം വെളിച്ചം. ലോക്ക്ഡൗൺ സമയത്ത് ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ലാതെ മിക്കവാറും പുറത്തു പോകുന്നത് അച്ഛനാണല്ലോ. അത് അധികവും വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അവശ്യ സാധനങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങാനാണ്. മറ്റ് അവശ്യ സാധനങ്ങൾ പോലെയല്ല, പച്ചക്കറികൾ പെട്ടെന്ന് കേടുവന്ന് പോകുന്നതാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ അവർക്ക് പുറത്തു പോകേണ്ടി വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പച്ചക്കറികൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്താലോ? ഇത് ലോക്ക്ഡൗൺ സമയത്ത് മാത്രമല്ല, അതിന് മുൻപും അതെ, പലരും ചെയ്യുന്നതാണ് സ്വന്തമായിട്ടുള്ള പച്ചക്കറിയും കൃഷിയും എല്ലാതും. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ കഴിക്കാവുന്നതാണ്. ഇത് ഇനി ആരെങ്കിലും ഇത് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇതൊരു അവസരമായിട്ട് എടുത്തിട്ട് നിങ്ങളും അത് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കുറച്ച് പച്ചക്കറികൾ, സാധാ പച്ചക്കറികളുടെ അത് എങ്ങനെ കൃഷി ചെയ്യേണ്ടതെന്നുള്ള രീതിയാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന വളരെ പോഷക ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക അല്ലെങ്കിൽ കയ്പ്പയ്ക്ക. ഇതിൻ്റെ വിത്തുകൾ പുറത്തുനിന്ന് വാങ്ങണമെന്നില്ല. നമ്മൾ കടയിൽ നിന്നും കിട്ടുന്ന പഴുത്ത പാവയ്ക്കയുടെ നല്ല ആരോഗ്യമുള്ള വിത്തുകൾ കഴുകി ഉണക്കിയെടുത്താൽ മതിയാകും. ഈ വിത്തുകൾ നടുന്നതിന് ഒരു 24 മണിക്കൂർ മുൻപ് നമുക്ക് നല്ല പച്ചപ്പാലിൽ കുതിർത്തി വയ്ക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ചെടികൾ ഉണ്ടാകുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ വിത്തുകൾ എന്നിട്ട് നമുക്ക് വെണ്ണീറിൽ പുരട്ടി നടാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കൃഷി ചെയ്യുമ്പോൾ നല്ല സൂര്യപ്രകാശവും നീർവാഴ്ചയുമുള്ള സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇനി ഈ വിത്തുകൾ ഓരോ 1/2 ഇഞ്ച് ആഴത്തിലും പിന്നെ വിത്തുകൾ തമ്മിൽ 1 അടി അകലത്തിലും വേണം നമുക്ക് നടാൻ. കൂടാതെ വിത്തുകൾ പാകിയ ഓരോ നിരകളും തമ്മിൽ ഏകദേശം 4 അടിയോളം അകലിടാൻ ശ്രദ്ധിക്കണം. തൈ വളർന്നു വരുമ്പോൾ അതിന് പടർന്നു കയറാനായിട്ട് നമുക്ക് കയറ് കെട്ടിയിട്ട് ഒരു പന്തൽ പോലെ വളർത്തിയെടുക്കാവുന്നതാണ്. വിത്തുകൾ നട്ടിട്ട് ഏതാണ്ട് ഒരു 2 മാസത്തോളം അല്ലെങ്കിൽ ഒരു 55 to 60 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല വിളകൾ കിട്ടിത്തുടങ്ങും. വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വിളയാണ് ചീര. നടുന്നതിന് മുമ്പ് ചീര വിത്തുകൾ ഒരു 30 മിനിറ്റ് നനഞ്ഞ തുണിയിൽ കുതിർത്തി വെക്കുക. എങ്ങനെ ചെയ്താൽ പെട്ടെന്ന് മുള വരാൻ ഇത് നല്ലതാണ്. ചട്ടിയിലോ കവറിലോ നമുക്ക് ഈ ചീര വിത്തുകൾ പാകാവുന്നതാണ്. വിത്ത് പാകുമ്പോൾ കൂട്ടത്തിൽ റവയോ അരിപ്പൊടിയോ വിതറിക്കൊടുത്താൽ ഈ ചീര വിത്തുകൾ ഉറുമ്പ് തിന്നുന്നത് തടയും. വിത്ത് പാകി നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുള വന്ന് 3-4 ഇലകൾ വന്നതിന് ശേഷം നമുക്കിത് മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ്. തൈകൾ തമ്മിൽ 3 ഇഞ്ച് അകലം പാലിക്കുക. ഓരോ നിരയും തമ്മിൽ 9 ഇഞ്ചും അകലം പാലിക്കുക. നമ്മളിവിടെ വേറെ വളങ്ങളും കീടനാശിനികളും ഒന്നും ഉപയോഗിക്കാതെയുള്ള കൃഷി രീതിയാണ് പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് 2 മാസത്തിൽ തന്നെ നല്ല ചീരയിലകൾ വിളവെടുക്കാവുന്നതാണ്. വാഴ നട്ട കുഴിയിൽ ചീര നട്ടാൽ നല്ല ആരോഗ്യമുള്ള ചീരയുണ്ടാകും. അതുപോലെ ചുവന്ന ചീരയും പച്ചച്ചീരയും ഇടകലർത്തി നട്ടാൽ കീടങ്ങളിൽ നിന്നെല്ലാം രക്ഷയും കൂടുതൽ ഗുണമുള്ള ചീരയിലകൾ കിട്ടുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് വെണ്ട. ഇതിൻ്റെ വിത്തുകൾ വീട്ടിൽ തന്നെ ഉണക്കിയെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പുറത്തു നിന്ന് വാങ്ങിയിട്ട് നടാം. വിത്ത് പാകുന്നതിന് 30 മിനിറ്റ് മുൻപ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. നമ്മൾ ഈ വിത്തുകൾ ഡയറക്റ്റ് മണ്ണിൽ നടുന്നതിന് പകരം ചെറിയ പ്ലാസ്റ്റിക് കവറിലോ ചെടിച്ചട്ടിയിലോ നമുക്ക് 1/2 ഇഞ്ച് ആഴത്തിൽ നടാം. മുള വന്നതിന് ഒരു 1-2 ആഴ്ചകൾക്ക് ശേഷം മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ്. തൈകൾ തമ്മിൽ 12 ഇഞ്ച് അകലത്തിൽ വേണം നടാൻ വേണ്ടിയിട്ട്. ഓരോ നിരയും തമ്മിൽ ഒരു 18 ഇഞ്ച് അകലമെങ്കിലും പാലിക്കണം. വിത്തുകൾ നട്ടിട്ട് 45 to 50 ദിവസത്തിനുള്ളിൽ നമുക്കതിൽ നിന്നും കായകൾ കിട്ടിത്തുടങ്ങും. ഇനി നമുക്ക് തക്കാളി കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീട്ടിൽ നല്ല പഴുത്ത തക്കാളി നമുക്ക് ഇതിനായിട്ട് തിരഞ്ഞെടുക്കാം. ഈ തക്കാളി ഒരു 1/4 ഇഞ്ച് കനത്തിൽ വളരെ നൈസായിട്ട് സ്ലൈസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുക.
ഈ സ്ലൈസസ് നടാനായിട്ട് തയ്യാറാക്കി വെച്ച ചട്ടിയിൽ നിറച്ച് വെച്ചിട്ട് അത് ഒന്നിനു മീതെ ഒന്നായിട്ട് വരാത്ത രീതിയിൽ നമുക്ക് നിരത്തി വയ്ക്കണം. അതിന് മീതെ നമുക്ക് ചെറിയൊരു ലെയറായിട്ട് മണ്ണിട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് നനച്ചു കൊടുക്കാം. തൈ മുളച്ച് കഴിഞ്ഞിട്ട് ഒരു 1 to 2 വീക്സിൽ നമുക്കിത് മാറ്റി നടാവുന്നതാണ്. ഈ തൈകൾ ഏതാണ്ട് 1 അടി അകലത്തിൽ വേണം നടാൻ. ഏതാണ്ട് 2 to 3 മാസത്തിന് ഉള്ളിൽ നമുക്ക് നല്ല തക്കാളികൾ വിളവെടുക്കാം. ഒരുവിധം എല്ലാ കറികളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരാളാണ് നമ്മുടെ സ്വന്തം പച്ചമുളക്. ഒരു പഴുത്ത പച്ചമുളക് മതി നല്ല ആരോഗ്യമുള്ള 3-4 തൈകൾ കിട്ടാൻ. ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് വീട്ടാവശ്യങ്ങൾക്കുള്ള പച്ചമുളകുകൾ കിട്ടും. നടുന്നതിന് മുൻപ് ഇതിൻ്റെ വിത്തുകൾ 6 to 8 മണിക്കൂർ കഞ്ഞിവെള്ളത്തിലോ തേങ്ങാവെള്ളത്തിലോ മുക്കി കുതിർത്തി വെക്കണം. ശേഷം നമുക്ക് ചെറിയ കവറിലോ ചട്ടിയിലോ പാകി കൊടുക്കാവുന്നതാണ്. മുള വന്ന് 3-4 ഇലകൾ വന്നാൽ നമുക്ക് ഈ തൈകൾ പറിച്ചു നടാം. ഈ തൈകൾ 1 അടി അകലത്തിൽ അല്ലെങ്കിൽ പല ചെടിച്ചട്ടികളിലായിട്ട് നമുക്ക് നട്ടുകൊടുക്കാം. 2 മുതൽ 3 മാസത്തിൽ തന്നെ വിളവുകൾ കിട്ടിത്തുടങ്ങും. ഇനി നമ്മുടെ വഴുതനയെക്കുറിച്ച് പറയാം. നല്ല പഴുത്ത വഴുതനയുടെ അരി ഇതിനു വേണ്ടിയിട്ട് നമുക്ക് തിരഞ്ഞെടുത്ത് അത് ഉണക്കിയെടുക്കാവുന്നതാണ്. ഈ അരികൾ നടുന്നതിന് മുമ്പ് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. ഇത് നമ്മുടെ മറ്റു പച്ചക്കറികൾ പോലെ തന്നെ ചെറിയ കവറിലോ ചെടിച്ചട്ടിയിലോ പാകി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുള വന്ന് 3-4 ഇലകൾ വന്നാൽ നമുക്കിത് മണ്ണിലേക്ക് പറിച്ചു നടാം. ഓരോ തൈകളും തമ്മിൽ 18 ഇഞ്ചും ഓരോ നിരകൾ തമ്മിൽ 24 ഇഞ്ചും അകലമിടണം. 70 to 95 ദിവസമാണ് ഇതിൻ്റെ വിളവെടുപ്പ് സമയം. ഇനി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദ്യം തന്നെ നല്ല സൂര്യപ്രകാശവും നീർവാഴ്ചയുമുള്ള മണ്ണ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. 2, വിത്ത് പാകുന്നതിന് മുൻപ് വെള്ളം, കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തേങ്ങാവെള്ളം ഇതിലേതിനെങ്കിലും കുതിർത്തി വെക്കുക. ഇത് പെട്ടെന്ന് മുള വരാൻ സഹായകമാകും. കഞ്ഞിവെള്ളവുമാവും ഏറ്റവും ഉത്തമം. 3, വിത്ത് പാകാനും തൈകൾ പറിച്ചു നടാനും വൈകുന്നേരം തിരഞ്ഞെടുക്കുക. ഇത് നട്ടുച്ച വെയിലിൽ നിന്നും ഇവ കരിഞ്ഞു പോകാതെ വാടിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. 4, പാകിയ വിത്തുകൾ ഉറുമ്പുകളും മറ്റും തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ചെടിച്ചട്ടിയുടെ ചുറ്റിലും നമുക്ക് ഉറുമ്പ് പൊടിയോ അല്ലെങ്കിൽ ചോക്ക് കൊണ്ടോ വരച്ചു കൊടുക്കാം. 5, തൈകൾ മുളച്ച് 3-4 ഇലകൾ വരുമ്പോൾ നമുക്ക് മണ്ണിലേക്ക് മാറ്റി പറിച്ചു നടാവുന്നതാണ്. 6, ഇങ്ങനെ പറിച്ചു നട്ടിട്ടുള്ള തൈകൾ ആരോഗ്യമുള്ള ചെടികളാകുന്നത് വരെ ഡയറക്റ്റ് സൺലൈറ്റ് സൂര്യപ്രകാശം തട്ടിക്കാതെ നമുക്ക് തണൽ നൽകിയിട്ട് സംരക്ഷിക്കാം. അപ്പം നിങ്ങൾ ഈ ടാസ്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിത് ഒറ്റയ്ക്ക് ചെയ്യരുത്. വീട്ടിലുള്ള പാരൻസിനെയും മുതിർന്നവരെയും അതുപോലെ തന്നെ കുട്ടികളെയും എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിക്കുക. നമ്മുടെ പുതിയ തലമുറയിലേക്ക് ഇതൊക്കെ അപരിചിതമായിട്ടുള്ളൊരു കാര്യമാവുമല്ലോ. അപ്പോൾ നമ്മളിലൂടെയും അതുപോലെ തന്നെ മുതിർന്നവരിലൂടെയും മണ്ണിനെയും പ്രകൃതിയെയും ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാവട്ടെ ഇത്. വിത്ത് പാകിയിട്ട് അതിൻ്റെ ഓരോ സ്റ്റേജിലും നിങ്ങളും അതുപോലെ തന്നെ കുട്ടികളെയും ഇൻവോൾവ് ചെയ്യിക്കുക. അങ്ങനെ നല്ലൊരു ഹാപ്പി ഫാമിംഗ് നേരുന്നു. ഈ ആശയവും ടാസ്കും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസും ടാസ്കുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അതുവരേക്കും ദിസ് ഈസ് വെട്ടവും വെളിച്ചവും. ബൈ.